കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം ഇന്ന് പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് കർത്താവിന് സ്തോത്രസ്തുതിയാങ്ങൾ അർപ്പിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 3 വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്ക സഭയ്ക്ക് ഇപ്രകാരമാണ് ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്: ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് വെളിപ്പെടുത്തുക. വിശുദ്ധിയിൽ ജീവിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് വ്യക്തമായി വെളിപ്പെടുത്തുക. അത് ദൈവം ആഴമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും അശുദ്ധിയിൽ മുഴുകി ജീവിക്കുന്ന ഒരു ജീവിതമല്ല, വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ഒരു ജീവിതമായിരിക്കണം. അതേ അധ്യായത്തിൽ തന്നെ 5 വാക്യത്തിൽ വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ വിശുദ്ധീകരണം, അതിൻ്റെ പ്രാധാന്യം, ശുദ്ധീകരിക്കപ്പെടേണ്ട ഇതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. 7 വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് വെളിപ്പെടുത്തുക. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിൻ്റെ ആഴമായ ആഗ്രഹമാണ് തൻ്റെ മക്കളെക്കുറിച്ച്. ദൈവം വിശുദ്ധനാണ്, ദൈവത്തിൽ അശുദ്ധിയില്ല. അതുപോലെ ആ ദൈവത്തിൻ്റെ പ്രിയ മക്കളായിരിക്കുന്ന നമ്മളിലും ആ വിശുദ്ധി നിലനിൽക്കണം. അശുദ്ധമായി തന്നെ വിട്ടുകൊണ്ട്, ശുദ്ധിയില്ലാത്തതിനെ വിട്ടുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിലനിൽപ്പാൻ, വിശുദ്ധിയോടെ മുൻപോട്ട് ഈ യാത്ര ചെയ്യുവാൻ നമ്മളെ വിളിച്ചതും വിശുദ്ധിക്ക് വേണ്ടിയാണ്. ദൈവമാഴമായിട്ട് നമ്മളെക്കുറിച്ച് അത് ആഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.